ഇതൊക്കെ കണ്ടും കേട്ട് എങ്ങനെ പറയാതിരിക്കും? കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടാണ് വന്നത്. വേറൊന്നുമില്ല, നമ്മുടെ അഫാൻ്റെ കാര്യം തന്നെ. നമ്മളെ കേരളത്തിൻ്റെ പൊന്നോമനപുത്രൻ, തിരുവനന്തപുരത്തിൻ്റെ പൊന്നോമനപുത്രൻ, വെഞ്ഞാറമൂടിൻ്റെ അഫാൻ. അവൻ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഇപ്പം ചുറ്റിക കൊണ്ട് 6 എണ്ണത്തിൻ്റെ ജീവൻ എടുക്കാൻ ഒരുങ്ങി. അതിൽ 5 പേരെ ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് കൊന്നിട്ട് പുള്ളിക്കാരൻ വിഷം കഴിച്ചു. വിഷം കഴിച്ചത് എന്തോന്ന് വിഷം? എലി വിഷം. അതല്ലേ കോമഡി. പിന്നെ സാധാരണ മരിക്കണം എന്നുള്ള ഒരാളാണെങ്കിൽ എലി വിഷം കഴിക്കില്ല. അല്ലാത്ത എത്രയോ കൂടിയ വിഷങ്ങളുണ്ട്, അങ്ങനെ കഴിക്കാമല്ലോ. നമ്മളെ കഷായം ഗ്രീഷ്മനെ പിന്നെ ഷാരൂനെ കൊല്ലാനായിട്ട് എന്തോന്നാണ്, അത് കൂടിയ വിഷമാണ്, എലി വിഷമൊന്നുമല്ല, കഷായത്തിൽ കലർത്തി കൊടുത്തു. ഷാരൂൻ്റെ ആന്തരിക അവയവവും എല്ലാം അടിച്ചുപോയി. അങ്ങനെയല്ലേ ആ കുട്ടി വേദന എടുത്ത് മരിച്ചത്. ഈ ദുഷ്ടൻ യവൻ എലിവിഷം തിന്നത്, എലിവിഷം കഴിച്ചതിൻ്റെ കാര്യം യവൻ മരിക്കൂല. യവനൊരു വെറുതെ മരിക്കാനല്ല, വെറുതെ ഒന്ന് ഭയപ്പെടുത്താൻ വേണ്ടി ഇത്രയും പേരെ കൊന്നല്ലോ, അപ്പം ഞാനും മരിക്കാൻ ഒരുങ്ങി എന്നുള്ളു. മുമ്പ് യവൻ ഇതുപോലെയാണ്. എലി പോലും ചാവൂല, എലിവിഷം കഴിച്ച എലി പോലും ചാവൂല. ഞാൻ എത്രയോ പ്രാവശ്യം എലിയെ കൊല്ലാനായിട്ട് എലിവിഷം വെച്ച് 1 പാക്കറ്റ് 2 പാക്കറ്റ് ഫുള്ള് കിഴങ്ങിൽ ഉണക്കമീനിൽ എല്ലാത്തിലും ഞാൻ വെച്ചിട്ട് അവരെ എടുത്തോണ്ട് പോകും. എങ്കിന്നാ അവിടെ എവിടെയെങ്കിലും ചത്ത് കിടക്കൂലേ. പെരേടമൊക്കെ കാടെടുത്ത് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട്. അവിടെ എവിടെയെങ്കിലും ചത്ത് കിടക്കണമെങ്കിൽ അത് നാറ്റമെങ്കിലും അടിക്കൂലേ. എലിയും പെരിച്ചാഴിയും ഒന്നും ചാവൂലെന്ന്. നമ്മളെ അഫാനം തോന്നിയത് എലിവിഷം കഴിച്ച്. ഈ മലയാളികളെ അത്ര മണ്ടന്മാരൊന്നുമല്ല, അവർക്കും ബുദ്ധിയൊക്കെ ഉണ്ട്. ഇപ്പം അഫാനൊരടവുണ്ട്. അഫാൻ്റെ ഉമ്മ മരിച്ചില്ല എന്ന് അഫാൻ അറിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ തന്നെ പറഞ്ഞെന്നാണ് അറിവ്. ഉമ്മ ചത്തില്ലേന്ന് പറഞ്ഞാൽ കഴുത്ത് ഞെരുക്കി കൊല്ലാൻ ശ്രമിച്ച്, അപ്പോഴും അവർ മരിച്ചില്ല. പിന്നെ അതിന് ശേഷം 2ാമത് വന്ന് വീണ്ടും ചുറ്റികയ്ക്കടിച്ച്, എന്നിട്ടും അവർ മരിച്ചില്ല. വീണ്ടും കണ്ണ് തുറന്നു. അതാണ് ഒരു മാതാവെന്ന് പറയണം. ഇവൻ ഇതൊക്കെ കണ്ട് അനുഭവിക്കണം. ആ തള്ള ജീവനോടെ ഇരിക്കണം നല്ലതാണ്, പക്ഷേ ആ ഉമ്മ പറഞ്ഞു കൊടുക്കണില്ല ആരാണിത് ചെയ്തത് എന്ന് ഉമ്മ ഒളിക്കുന്നു. അതാണ് മാതാവെന്ന് പറഞ്ഞ, വയറിന് ഇടം കൊടുത്ത ഒരു മാതാവ്. അത് പറയാത്തതിൻ്റെ കാര്യം അതാണ്. മോൻ ഇത്രയും ക്രൂരമായിട്ട് ചെയ്തിട്ടും അവരെ വായിൽ നിത്ത് വരെ വന്നിട്ടില്ല. ഇനി ആ ഇളയ മോന് മരിച്ചെന്നറിയുമ്പോൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും. പിന്നെ ആ കുരുന്ന് കൊച്ചിനെ വെറുതെ വിട്ടുകൂടെയിരുന്ന ഇളയതിനെ. പിന്നെ അതിനുശേഷം അവൻ സ്നേഹിച്ച പെണ്ണ്, അവനെ അത്രയ്ക്ക് സ്നേഹിച്ച പെണ്ണാണ്. അവൻ വിളിച്ചെടുത്ത് വന്നു, അതിനെയും കൊന്നു. ആർക്ക് നഷ്ടം? അതിൻ്റെ ഉമ്മാക്കും വാപ്പാക്കും. ആ ഉമ്മാരെ കരച്ചിൽ, ഫർസാനയുടെ ഉമ്മാരെ കരച്ചിൽ ഇന്നലെ കണ്ടായിരുന്നു. എന്തോ ഒരു കഷ്ടമായിരുന്നു. അവരെ ഒരു വല്ലാത്ത അവസ്ഥ. ആ ഒരു ഒറ്റ ഒരു മോനും, ആ മോള് പോയില്ലേ. പിന്നെ പുള്ളിക്കാരെ എലിവിഷമൊക്കെ കഴിച്ചിട്ട് നേരെ ചെന്ന്, അവനറിയാം അവൻ മരിക്കൂല. അല്ലെങ്കിൽ തന്നെ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് ചെല്ലുമ്പോൾ എന്തായാലും പോലീസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കൂലേ. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കൊണ്ടുപോയി അവൻ്റെ വയറൊക്കെ കഴുകി. അവന് ഒരു ഇതുമില്ല, ഒരു കുരുവില്ല. അവൻ നല്ല തടിയാവുള്ള കണക്ക് ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അവന് മാനസിക പിന്നെ സൈക്യാട്രിസ്റ്റിനെ ആരെയൊക്കെ കാണിച്ച്, ഏതൊക്കെ ഡോക്ടർമാരെ കാണിച്ച് നോക്കിയപ്പോൾ അവനൊന്നുമില്ല. ഇന്നലെ ഇവനെ അറസ്റ്റ് ചെയ്ത് എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി. വേറൊരു പ്രശ്നമില്ല, മനസ്സിന് ഒന്നിനും ഒരു പ്രശ്നമില്ല, നല്ല ആരോഗ്യവാനാണെന്നറിഞ്ഞ് അങ്ങനെ അറസ്റ്റ് ചെയ്ത് പൂജപ്പുര ജയിലിലേക്ക് മാറ്റി. അവിടെ കൊണ്ടുവന്ന് പൂജപ്പുര സബ് ജയിലിലേക്ക് മാറ്റി. അവിടെ കൊണ്ടുവന്ന് അതിനകത്തിട്ട് അപ്പോഴേക്കാണ് അഭിനയം. എന്തിനാണ്? മാനസിക രോഗിയെന്ന് അറിയിക്കാൻ. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങണ്ടേ. ഇവനെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്
മാനസിക രോഗി എന്നുള്ള അഭിനയം അവിടെ കാണിക്കുന്നു. അപ്പോൾ ഭീഷണിപ്പെടുത്തണം എന്തോന്നാണ്, ഞാൻ മരിക്കാൻ ശ്രമിച്ചിരുന്നു, എന്നിട്ട് മരിച്ചില്ല, ഇനി ഞാൻ മരിക്കും. ഇതാണ് അവിടെ ജയിലിൽ പറയണത്, മരിക്കുമെന്ന്. ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വേണമെങ്കിൽ കോടതിയിലെ ഉത്തരവ് വേണം. അപ്പോഴും തിങ്കളാഴ്ചയായിരുന്നു ഇനി പോലീസ് കസ്റ്റഡിയിൽ വിട്ട് ഇവനെ ചോദ്യം ചെയ്യുമ്പോൾ ഇവൻ ഉള്ളതൊന്നുമല്ല, ഈ പറയണത് ഉള്ളതൊന്നുമല്ല, ഇവൻ കള്ളത്തരമാണ് ഫുള്ള് പറയണത്. ശരിയാണ്, ഇവന് മുമ്പ് അങ്ങനത്തെ ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് അവൻ ചെയ്തത്, കടബാധ്യത കാരണമാണെന്ന് അവൻ പറയുന്നു. പിന്നെ ഈ തള്ളയും മോനും കൂടെ തലേ ദിവസം, എല്ലെണ്ണത്തിനെയും കൊല്ലണേൻ്റെ തലേ ദിവസം ഇവൻ്റെ ഉമ്മായും ഇവനും കൂടെ വേറെ ഒരു ബന്ധു വീട്ടിൽ ചെന്ന് 50,000 ചോദിച്ചെന്ന് പറയുന്നു. എന്നിട്ട് അവരെ ഇല്ലെന്ന് പറഞ്ഞ്. അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കാത്തതിൻ്റെ വാശിയെന്നു. കടം വരുത്തിയതുള്ളതായിരിക്കാം. ആദ്യം എന്താണ് കടം വന്ന 1.5 ലക്ഷത്തിൻ്റെ ഫോൺ വാങ്ങിച്ച് അത് കഴിഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി. അത് കഴിഞ്ഞിട്ട് 50,000 ഫോൺ മേടിച്ചു കൊടുത്ത്. തള്ള ഇതത്രയും പോയി നാട്ടുകാരെ നിന്ന് മേടിക്കും, ബന്ധുക്കാരെ നിന്ന് മേടിച്ചു കൊടുത്ത്. പിന്നെ അവന് ബൈക്ക് വേണമെന്ന് പറഞ്ഞ്, അവൻ പറഞ്ഞ ബൈക്ക് തന്നെ വേണമെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ചു കൊടുത്തെന്ന് പറയും. പിന്നെ അത് കഴിഞ്ഞിട്ട് കാറ് വാങ്ങിച്ച്. പിന്നെ അവനാഡംബരമായിട്ട് ഇങ്ങനെ കറങ്ങണം. ഇതിനത്രയും തള്ള കൂട്ടായിരുന്നു. തള്ളമാരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ടും കേട്ടും പഠിക്കണം. ഈ മക്കൾ പറയുമ്പോഴെന്തിരി പറയുന്ന കൂത്തിനൊത്ത അവൻ ഈ ചാരായം കുടിച്ച് ഇങ്ങനെ അവൻ കറങ്ങി നടക്കും. ഇറങ്ങണ പകലുള്ള നേരമൊക്കെ മാന്യൻ, പക്ഷെ രാത്രിയാണ് ഇറങ്ങണേന്ന് പറയുന്നത്. ഇനി പോലീസ് കണ്ടെത്തട്ടെ. അങ്ങനെ നമ്മുടെ അഫാൻ മാനസിക രോഗം പ്രകടിപ്പിക്കണ്. വല്ലാത്ത സംഭവമാണ്. അവനെ ഇനിയിപ്പം ശിക്ഷയിൽ ഇളവൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അവൻ്റെ അഭിനയമാണ്. അല്ലെങ്കിൽ തന്നെ അങ്ങ് മരിക്കട്ടെ, മരിക്കണേൽ എന്താ തെറ്റ്? അവൻ്റെ വീട്ടിലുള്ള എല്ലാവരും തീർന്നില്ലേ? ക്യാൻസർ പേഷ്യൻ്റായ തള്ളയും തലയ്ക്കടിച്ച് അവൻ എത്രത്തോളം ആയിട്ട് ഇനി അവൻ മരിക്കണതല്ലേ നല്ലത്? അല്ലെങ്കിൽ അവൻ ചെയ്യാത്ത എന്തായിരുന്നു? ഈ വിഷം കുടിച്ചെന്ന്, എലി വിഷം തിന്ന നേരത്തെ എന്തായാലും മരിക്കൂല എന്നറിയാം. എലി വിഷം തിന്ന നേരത്തിന് ഇവൻ പോയി ഒരു കയറെടുത്ത് തൂങ്ങാത്ത എന്തായിരുന്നു? അങ്ങനെ മരിക്കണമെന്നുള്ള ഒരാളായിരുന്നെങ്കിൽ തൂങ്ങിയനായിരുന്നു. അല്ലെങ്കിൽ കൂടി എന്തെങ്കിലും നമ്മളെ ഷാരൂണിന് കലക്കി കൊടുത്തണക്ക് എന്തെങ്കിലും വിഷമായിരുന്നെങ്കിൽ അവൻ ചത്തനായിരുന്നു എന്നേ പറയാൻ പറ്റൂ. അല്ല മരിക്കണമെന്ന് പറയാൻ പറ്റൂല. ഇങ്ങനെയുള്ളതൊക്കെ തീരണതാണ് നല്ലത്. യവന്മാരെ പോലെ ഉള്ളവന്മാർ കിടക്കാത്തതാണ് നല്ലതെന്ന് ഞാൻ പറയുന്നു. ഞാൻ ഇത് പറയാനായിട്ടാണ് വന്നത്. ഇത്രയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ പിന്നെന്തോന്നു?